എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു സുപ്രഭാതം. ഇന്ന് ജിമ്മിലേക്ക് പോകുന്നതിന് 2-ാം ദിവസമാണ്. സോ ഇന്നലെ കുറച്ച് വാമപ്പ് എക്സസൈസുകളും പിന്നെ അതുപോലെ തന്നെ ചെറിയ ടച്ചപ്പ് ആക്ടിവിറ്റിയൊക്കെ വ്യത്യസ്ത എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ടച്ചപ്പ് ആക്ടിവിറ്റി ഒക്കെ ചെയ്തിരുന്നു. സോ പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നല്ല വേദനയാണ്. ഇന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നില്ല, അലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ തന്നെ എണീറ്റതിന് ശേഷം കൈയിൻ്റെയൊക്കെ ഒരു സ്പെസിഫിക് ആംഗിൾ പോർഷനുകളിലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത് പതിയെ മാറിപ്പോവും. ഇന്നിപ്പോൾ വേദനയുള്ളതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുറഞ്ഞ രീതിയിൽ ചെയ്യാം എക്സസൈസ് എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ജിമ്മിലേക്ക് പോകാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയായിരിക്കും ജിമ്മിലത്തെ അവസ്ഥ, ജിമ്മിന് ശേഷം എങ്ങനെയായിരിക്കും എനിക്ക് വേദനയും അതുപോലെ തന്നെ എനർജി ലെവലും ജിമ്മിനോടുള്ള ഇൻട്രസ്റ്റും വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള മോട്ടിവേഷനും ഒക്കെ ഉള്ളത് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക്. ഇന്ന് ജിമ്മിന് പോയതിന് ശേഷം എത്തി. ഏകദേശം ഒരു 8-7 ആയപ്പോഴാണ് ഞാനിവിടെ എത്തിയത്. സോ ഇന്നത്തെ ജിമ്മിൽ തുടക്കത്തിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള വാമപ്പ് എക്സസൈസുകൾ തന്നെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും തുടക്കത്തെ കുറച്ച് ദിവസങ്ങൾ വാമപ്പ് എക്സസൈസ് കൂടുതൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലാണ് നമുക്ക് ആ ബോഡിയിൽ ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്തിട്ട് ഇഞ്ചുറിയിൽ നിന്നൊക്കെ ഒഴിവായി നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കാം. സോ അതുകൊണ്ട് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, തീർത്തും മടി കൂടാതെ. കാരണം എനിക്ക് ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതൊരു ഡാൻസ് ചെയ്യുന്ന പോലെ ശരീരമൊക്കെ മൂവ് ചെയ്ത് സ്റ്റൈൽ തന്നെ ചെയ്യാനായിട്ട് അങ്ങ് ശ്രമിക്കും. അതുകൊണ്ട് ഇതെനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സോ ആ മൂവ്മെൻറ്റ് എക്സസൈസുകളും അതുപോലത്തെ സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ചെയ്തു. അത് തീർച്ചയായിട്ടും ബോഡി കൂടുതൽ പ്രിപ്പയർ ചെയ്തു. വരുന്ന സമയങ്ങളിൽ നമ്മൾ ടച്ചപ്പ് ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള ജിമ്മിൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ചെറുതായിട്ടെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡി ആക്കാനായിട്ട് വളരെ സഹായിച്ചു. സോ അത് കുറച്ചു നേരം ചെയ്തതിന് ശേഷം അവിടെ പ്രവർത്തിപ്പിച്ചിരുന്ന മ്യൂസിക്കിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് ഓരോ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഇന്നലെ ഉപയോഗിച്ച എക്യുപ്മെൻറ്റ്സിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടായിരുന്നു. ഇന്നലെ ഉപയോഗിച്ച ആകെ കൂടി ഒരു എക്യുപ്മെൻറ്റ് മാത്രമാണ് ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ഓഫ് കോഴ്സ് ഡംബൽ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരുന്നു, പക്ഷെ ഇന്നലെ ചെയ്തിരുന്ന എക്സസൈസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിലായിരുന്നു ഇന്ന് ഡംബൽ ഉപയോഗിച്ചത്. അതിനെ ട്രൈസെപ്സ്, ബൈസെപ്സ്, ക്വാഡ്സ് അങ്ങനെയൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്കറിയത്തില്ല. സോ അവയെക്കുറിച്ചുള്ള ടെർമിനോളജി ഒക്കെ പഠിച്ചിട്ട് വരും ദിവസങ്ങളിൽ ബ്ലോഗിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇന്ന് മെയിൻലി നമ്മൾ റിപ്പീറ്റ് ചെയ്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ട്രെഡ്മില്ലുള്ള റണ്ണിങ് ആയിരുന്നു. അതൊഴിച്ച് ബാക്കിയുള്ള വ്യത്യസ്ത എക്യുപ്മെൻറ്റുകൾ, വ്യത്യസ്ത ബോഡി പാർട്ടിനെ ഫോക്കസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സുകളായിരുന്നു ഇന്ന് ഉപയോഗിച്ചത്. സോ പുതിയത് പഠിക്കാൻ ഒരു കുട്ടി കൗതുകത്തോടു കൂടി നോക്കി കാണുന്ന പോലെ ഇൻസ്ട്രക്ടർ, നമ്മൾക്ക് പേഴ്സണൽ ട്രെയിനർ ഉണ്ട് അവിടെ. അപ്പോൾ അവർ നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം പഠിപ്പിച്ച് കഴിഞ്ഞാലാണ്, 2-3 പ്രാവശ്യം കാണിച്ചു തന്നാലാണ് ഇത് മനസ്സിലായി നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുക. സോ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് കേട്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. സോ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. കാര്യം കറക്റ്റായിട്ട് നമ്മളുടെ ബോഡി പോസ്ചറും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇഞ്ചുറി സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ശ്രദ്ധ പുലർത്തിയിട്ട് തന്നെയാണ് ചെയ്തത്. സോ ദാറ്റ് വാസ് എ വർത്ത് വൈൽ എക്സ്പീരിയൻസ്, നോ ഡൗട്ട് ഓൺ ദാറ്റ്. സോ ഏകദേശം ഒരു 1 മണിക്കൂർ 10 മിനിറ്റ് അടുത്ത് ഇന്ന് എക്സസൈസ് ചെയ്തു. 6:45 ആവുന്ന സമയത്താണ് എത്തിയത്. ഇന്ന് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല, കൊളീഗ് ഉണ്ടായിരുന്നില്ല. ഹി വാസ് ഹാവിങ് സം എൻഗേജ്മെന്റ്സ്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇന്ന് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. അടുത്ത ദിവസങ്ങളിൽ ഇനി ഞാൻ അടുത്തത് ഇവിടെ ഉണ്ടായിരിക്കുക തിങ്കളാഴ്ചയായിരിക്കും. കാരണം ഇന്ന് ഞാൻ പാലക്കാടാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ സ്റ്റേ ചെയ്യുന്നത്. സോ ഐ വിൽ ബി ഗോയിങ് ബാക്ക് ടു തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ പോയതിന് ശേഷം തിരിച്ച് തിങ്കളാഴ്ചയാണ് വീണ്ടും ഞാൻ ജിമ്മിലോട്ട് എത്താം. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ ഒരു ദിവസം തീർച്ചയായിട്ടും തൃശ്ശൂർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടേണ്ടതായിരിക്കും, എന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നാളെയോ മറ്റൊന്നായിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഒരാഴ്ചയിൽ. സോ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ന് ജിം കഴിഞ്ഞെത്തിയപ്പോൾ ഭയങ്കരമായ ദാഹം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായ ദാഹം വന്നപ്പോൾ ഞാനൊന്ന് കരുതി മറ്റ് ഷുഗർ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്കുകൾ കുടിക്കുന്നതിന് പകരം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കുടിച്ചാലോ എന്ന് വിചാരിച്ചു. സംഭവം അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ മോര്, സാക്ഷാൽ മോര് നമ്മുടെ മനസ്സിൽ വന്ന്. അങ്ങനെ മോര് 1 മേടിച്ച് പാസ്സാക്കി. 2 മേടിച്ചിട്ടുണ്ടായിരുന്നു, 1 കൂടി ഉണ്ട് കയ്യിൽ. സോ ഈ മോരും കൂടി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം മൈൽഡായിട്ട് തണവുള്ള മോരാണ്. സോ എൻ്റെ ദാഹത്തിനെ ശമിപ്പിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. മോരെന്ന് പറയുമ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് ഇത്തിരി പുളിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസോ ബ്ലോട്ടിങ്ങോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അസിഡിക് ആയിട്ടുള്ള പുളി കൂടുതലുള്ള, എരിവ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മോര് തീർത്തും ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. സോ നിങ്ങൾക്ക് തീർത്തും ആശ്രയിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, ഇതെന്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ഇപ്പൊ മോര് നമുക്ക് കുടിക്കണം. ഒന്നാമത്തെ മോര് കുടിച്ചു, രണ്ടാമത്തെ മോര് വെയിറ്റിംഗിലാണ് കുടിക്കാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ മോരൊക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മളുടെ പൂച്ച എന്നെ കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റൂം തുറന്നതിനുള്ളിൽ കയറിയ ശേഷം പൂച്ചയും ഉള്ളിലേക്ക് കയറി. അതിനുശേഷം ഞാൻ ഇവിടേക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട്, ഞാൻ വീടിന്റെ മുകളിലുള്ള ടെറസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ടെറസിലേക്ക് റെക്കോർഡ് ചെയ്യാൻ കയറി വരുന്ന സമയം നമ്മുടെ പൂച്ച ആ മ്യാമോള് കയറി വന്നു കൂടെ. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അധികം മൈൻഡ് ചെയ്യാണ്ടായപ്പോൾ പുള്ളിക്കാരി ഇറങ്ങിപ്പോയേക്കാണ്. ഇറ്റ്സ് ഓക്കെ. വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ അടിയിലെത്തി കഴിഞ്ഞാൽ പുള്ളിക്കാരി വരും. സോ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഒരു ലേസോ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ പൂച്ച മ്യാമോള്, പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ലേസാണ്. അതെ, സാധാരണ നമ്മൾ വീട്ടിലുള്ള ഭക്ഷണങ്ങളൊന്നല്ല, അതൊന്നും പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. ചിപ്സാണ്, ജങ്ക് ഫുഡാണ് പുള്ളിക്കാരിക്ക് പ്രിയം. ലേസ്, ബിങ്കോ, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് വളരെ സന്തോഷത്തോടെ കഴിച്ചോളും. അത് കിട്ടുന്ന അതിന്റെ കവറെടുത്ത് ഒന്ന് ശബ്ദം കേൾക്കുമ്പോഴേക്കും പുള്ളിക്കാരി ഓടി വന്നോളും. അതൊക്കെയാണ് പുള്ളിക്കാരിയെ കുറിച്ചിട്ടുള്ള വിശേഷം. വീണ്ടും അടുത്ത ദിവസം നമ്മൾ ജിമ്മിൽ പോകുന്ന അപ്ഡേറ്റുകളെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഞാൻ ഇന്ന് ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഈ കാണിച്ച എക്യുപ്മെന്റ്സുകളാണെന്ന് ഞാൻ ഉപയോഗിച്ച്. ഇത് വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ നിങ്ങൾക്കൊരു പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും ഏത് ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന്. സോ അതുപോലെ തന്നെ നമ്മൾ ജിം ഫെസിലിറ്റിയെ കുറിച്ച് ഞാനൊന്ന് കാണിക്കാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം അത്. സോ ദാറ്റ്സ് ഇറ്റ്. കേട്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത ദിവസം വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.